വഖഫ് വിഷയത്തിൽ സർക്കാരിനെ വിമർശിച്ച ഉമർ ഫൈസി മുക്കം ഹൈക്കോടതിയിൽ കേരള സർക്കാർ ഷോൺ ജോർജിനെ അനുകൂലിച്ചു വാദിച്ചു. താനും KS ഹംസയുമുള്ള വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കാൻ വേണ്ടിയാണ് സർക്കാർ ഹൈക്കോടതിയിൽ നിലപാടെടുത്തതെന്നും ഉമർ ഫൈസി പറഞ്ഞു. വഖഫ് നിയമത്തിലും UDF കീഴടങ്ങലും എന്ന പ്രമേയത്തിലുള്ള CPMന്റെ സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു ഉമർ ഫൈസി മുക്കം. KS ഹംസ അദ്ദേഹം ചെയർമാനായ ഒരു ബോർഡ് അവർക്ക് അത്ര തൃപ്തികരമല്ല എന്നുള്ളതൊരു കാര്യം. പിന്നെ സഖാവ് ഉമർ ഫൈസിയാണ് മറ്റൊരാളുള്ളത്. സഖാവ് ഉമർ ഫൈസി അവർ പറയുന്നതല്ല, ഞാൻ പറയുന്നതല്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുടെ ബോർഡ് നമുക്ക് പറ്റില്ല എന്ന ഒരു നിലപാടിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മതപരമായ മൂല്യങ്ങൾ എന്തായിരുന്നാലും ശരി, തകർന്നാലും തിരക്കടില്ല. ഹംസയും ഉമർ ഫൈസിയും മാറണം, ബോർഡ് മാറണം. ഷോൺ ജോർജിന്റെ കൂടെയുള്ള അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടായാലും തിരക്കടില്ല. RSSന്റെ കൂടെ കൂടിയാലും തിരക്കടില്ല. എന്തായിരുന്നാലും തിരക്കടില്ല. വഖഫ് ബോർഡ് ഈ വഖഫ് ബോർഡ് പറ്റില്ല എന്ന വാദം നോക്കണം. ജംഷീർ കൊടിഞ്ഞി വിശദാംശങ്ങളുമായി ചേരുകയാണ്. ജംഷീർ, ഈ വഖഫ് ബോർഡ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് എന്താണ് സമസ്തയുടെ നിലപാട്? വിനിഷ, ഇന്നിപ്പോൾ ഉമർ ഫൈസി മുക്കം ഈ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് ഇന്ന് സർക്കാരിനെതിരെ അദ്ദേഹം നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് സർക്കാരിനെതിരെയുള്ള ഒരു പരിപാടി തന്നെ മലപ്പുറത്ത് CPM ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഒരു പരിപാടിയാണ്. വഖഫ് നിയമവും UDF കീഴടങ്ങലും എന്ന പ്രമേയത്തിലായിരുന്നു ഈ സെമിനാർ സംഘടിപ്പിച്ചത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ഈ വേദിയിലാണ് ഇന്നിപ്പോൾ മുക്കം ഉമർ ഫൈസി രൂക്ഷമായ ഭാഷയിൽ തന്നെ ഈ സർക്കാരിനെ വിമർശിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വേദിയിലുണ്ടായിരുന്ന പിണറായി വിജയനെ പുകഴ്ത്തിക്കൊണ്ടും സംസാരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. സർക്കാരിനെയും സർക്കാരിൻ്റെ പദ്ധതികളെയും അദ്ദേഹം വിമർശിച്ചു. ആ വിമർശനം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ആദ്യം അദ്ദേഹത്തിൻ്റെ പ്രസംഗം തുടങ്ങിയത്. വഖഫ് വിഷയത്തിൽ കേരള സർക്കാർ ഹൈക്കോടതിയെ ഷോൺ ജോർജിനെ സപ്പോർട്ട് ചെയ്താണ് മുന്നോട്ട് പോയത്. വേണമെങ്കിൽ RSSകാരനെ തന്നെ വെക്കാമെന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചു. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഭരിക്കുന്ന അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഭരിക്കുന്ന ഒരു വകുപ്പ് കൂടിയാണ് ഇത്. അവിടെയാണ് ഇത്തരത്തിലൊരു നിലപാട് സർക്കാർ സ്വീകരിച്ചത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ KS ഹംസയെയും സഖാവ് ഉമർ ഫൈസി എന്ന തന്നെ അങ്ങനെയാണ് അവർ വിളിക്കുന്നത് എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഉമർ ഫൈസി എന്ന തന്നെയും പുറത്താക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി RSSനൊപ്പം നിൽക്കാനും RSSനോളം തരം താഴാനും അല്ലെങ്കിൽ മതപരമായ മൂല്യങ്ങളൊക്കെ ഇട്ടെറിഞ്ഞു പോകാനൊക്കെ അവർക്ക് കഴിയും എന്നുകൂടി എന്ന തരത്തിലൊക്കെയുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സർക്കാരിൻ്റെ പദ്ധതികളെ ഉൾപ്പെടെ വിമർശിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ടായി. താൻ രാഷ്ട്രീയം പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പ്രസംഗിച്ചത്. പക്ഷേ അദ്ദേഹം ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടാണ് പോയത്. അതേ വേദിയിൽ വെച്ച് തന്നെയാണ് മുൻ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയനെയും അദ്ദേഹം പുകഴ്ത്തി സംസാരിച്ചത്. വഖഫ് ബോർഡിൽ 2 മുസ്ലിങ്ങളെ വെക്കണം എന്നുള്ള നിയമം വന്ന സമയത്ത് പിണറായി വിജയൻ താൻ അത് ചെയ്യില്ലെന്ന ശക്തമായ നിലപാട് എടുത്ത ഒരു നേതാവ് കൂടിയായിരുന്നു എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇപ്പോഴുള്ള UDF സർക്കാർ അത്തരത്തിൽ യാതൊരു നിലപാടും ഇല്ലാതെ മുന്നോട്ട് പോകുന്നു എന്നടക്കമുള്ള കാര്യമാണ് അദ്ദേഹം പ്രസംഗത്തിൽ ഉടനീളം പറഞ്ഞത്. തന്നെ പലരും സഖാവ് ഉമർ ഫൈസി എന്നാണ് വിശേഷിപ്പിക്കുന്നത് എന്നുകൂടി അദ്ദേഹം ഈ പ്രസംഗത്തിൽ പറയുന്നുണ്ടായി. തന്നെയും KS ഹംസയെയും ഈ പുറത്താക്കുക എന്നതാണ് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ ലക്ഷ്യം. അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ സർക്കാർ നടത്തുന്നത്. അതിന് മതപരമായിട്ടുള്ള ഏത് നിലപാട് തകർന്നാലും കുഴപ്പമില്ല, ഉമർ ഫൈസിയെയും ഹംസയെയും പുറത്താക്കുക എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകുന്നു എന്നടക്കമുള്ള വിമർശനങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. നേരത്തെയും സമാനമായ രീതിയിൽ സർക്കാരിനെതിരെ അല്ലെങ്കിൽ UDF സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ CPMന്റെ പൊതുവേദികളിൽ പലപ്പോഴും ഉമർ ഫൈസി മുക്കം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് വിവാദങ്ങളുമായിട്ടുണ്ട്. അതുപോലെ ഇന്ന് നടന്ന സെമിനാറിലും സമാന രീതിയിൽ തന്നെയാണ് അദ്ദേഹം പ്രസംഗം നടത്തിയിരിക്കുന്നത്. രൂക്ഷമായിട്ടുള്ള വിമർശനം തന്നെയാണ് UDF സർക്കാരിനെതിരെയും ഈ വഖഫ് വിഷയത്തിലും അതോടൊപ്പം തന്നെ ചില പദ്ധതികൾ പ്രത്യേകിച്ച് ഈ തൂഫാൻ പോലുള്ള പദ്ധതികൾക്കെതിരെയും ഒക്കെ അദ്ദേഹം നടത്തിയിരിക്കുന്നു. വിനീഷ. ശരി, ജംഷീർ കൊടിഞ്ഞി നൽകുകയായിരുന്നു സമഗ്ര വിവരങ്ങൾ.